കുട്ടീനെ നമുക്ക് കാണാനോ ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ആ കുട്ടീൻ്റെ മൊഴി എടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൂടെ കൊടുത്തേക്കണ്. ഇവൻ മരിച്ച് 11 മണിയാകുമ്പോഴത്തേക്ക് ഇവളെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവളെ ഇത് മൊത്തത്തിൽ ബ്ലോക്കാക്കി കഴിഞ്ഞിന്. പിന്നെ കണ്ടന്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പോലീസ് കണ്ടന്റ് ഒഴിവാക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് സംഭവം നടന്നിട്ട് ആ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരെ ഇത് അന്വേഷിക്കേണ്ട ഒരു കടമ പോലീസിന് എല്ലാവർക്കും ഉണ്ട്. ദീപകിൻ്റെ അമ്മ തന്നെയാണ് ഈ പരാതി ഇവിടെ കൊടുത്തത്. പരാതി പറഞ്ഞത് ഞങ്ങൾ ഇത് മരിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു കടലാസ് കിട്ടിയ വിവരം ഞാൻ നിങ്ങളോടൊക്കെ അറിയിച്ചിനി. ഇന്ന് വരെ പോലീസ് ആ കുട്ടീനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ട് ഞാൻ ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ പോയിനി. അതെ, കണ്ണൂർ കമ്മീഷണർ ഓഫീസിൽ പോയി കണ്ണൂർ കമ്മീഷണറെ കണ്ടതിന് ശേഷം സാറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നേരെ ഇവിടുത്തെ കമ്മീഷണർക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്ത്. ആ സ്ത്രീയുടെ കൂടെ മൊഴിയെടുക്കണമെന്നാണ്. ആ സ്ത്രീയാണ് കാര്യമായിട്ടുള്ള ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. ആ കുട്ടിയാണ്, ആ കുട്ടീൻ്റെ മൊഴിയാണ് പോലീസ് എടുക്കേണ്ടത്. ഇതുവരെ പോയിട്ട് പോലീസ് എടുത്തിട്ടില്ല. ആവശ്യം ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് കാണാനോ ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ആ കുട്ടീൻ്റെ മൊഴി എടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൂടെ കൊടുത്തേക്കണ്. 17/1 ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതുണ്ട്. ആ കംപ്ലൈൻറ്റിന് പോലീസ് വിരാശം ഞങ്ങൾക്ക് തന്നിക്കണേ. ബാക്കിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞങ്ങൾക്ക് തരാൻ പറ്റൂല അവർക്ക്. അത് ഇവിടുന്ന് പോലീസ് പോയി അന്വേഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനെന്ത് വേണമെങ്കിലും അവിടുത്തെ കമ്മീഷണർ പറഞ്ഞത് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്ത് കൊടുത്തോളാന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിവരാവകാശ പ്രകാരം കൊടുത്തല്ലോ, അപ്പോൾ എന്താ മറുപടി കിട്ടേ? അവർ കൊടുത്ത ആ കണ്ടന്റ് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. ആ കണ്ടന്റ് ഒഴിവാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ മരിച്ച് 11 മണിയാകുമ്പോഴത്തേക്ക് ഇവളെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവളെ ഇത് മൊത്തത്തിൽ ബ്ലോക്കാക്കി കഴിഞ്ഞിന്. പിന്നെ കണ്ടന്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പോലീസ് കണ്ടന്റ് ഒഴിവാക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിൽ പോലീസല്ല കണ്ടന്റ് ഒഴിവാക്കണേ, ഇവളെന്നെ മൊത്തത്തിൽ ജീവക്കും എല്ലാവരും ഒഴിവായില്ല. അതിൽ അത് വലിയൊരു പ്രധാന സാക്ഷിയാണ് ആ കുട്ടി. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ അത്. അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു മൊഴി എടുക്കണം എന്നുള്ളത് കറക്റ്റ് കാര്യമാണത്. അതുതന്നെയാണ് കണ്ണൂർ കമ്മീഷണറും അതുതന്നെയാണ് പറഞ്ഞത്. സാർ തന്നെ പറഞ്ഞു, കാര്യമായിട്ട് സാറ് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു പോയിൻ്റാണ് ആ കുട്ടി. ആ കുട്ടീൻ്റെ മൊഴി എടുത്തേ മതിയാവുള്ളൂ എന്നാണ് സാറും കൂടെ പറയണത്. കോഴിക്കോട് കമ്മീഷണർ എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞ് വേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ വേണ്ട നടപടികൾ എടുക്കാമെന്നാണ് സാറും പറഞ്ഞത്. ഇപ്പോൾ ഷിംജിത ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇട്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് അല്ലേ? 17/1 ആ 17/1 പരാതിൻ്റെ കോപ്പി എനിക്ക് ലഭിച്ചതിന് ശേഷമാണ് ഇതിന് സംബന്ധമായിട്ട് ഞാൻ പോയത്. ഇവിടുത്തെ ഈ അന്വേഷണ സംഘത്തെയാണ് നിങ്ങൾക്ക് സംശയം? കാരണം കേസിൻ്റെ ആദ്യഘട്ടം മുതൽ അവർ ചില കാര്യങ്ങൾ ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നു, എസ്കോർട്ടോടുകൂടി കൊണ്ടുപോകും. അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 15 ദിവസമായി ഇത് സംഭവം നടന്നിട്ട്. ആ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരെ ഇത് അന്വേഷിക്കേണ്ട ഒരു കടമ പോലീസിന് എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാവരും മീഡിയയിൽ കൊടുത്തേക്കണേ ഇങ്ങനെ ഒരു വിരാശത്തിന് കൊടുത്ത വിവരം വരെ. സിറ്റി സൈബർ സെല്ലിലാണ് ഈ കേസ് കിടക്കുന്നത്. അപ്പോൾ അവർ എന്താ വേണ്ടിച്ചാൽ അവർ ചെയ്യാൻ തയ്യാറാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഒരു മല്ലപ്പൊക്കമുണ്ടോ ഇതിനകത്ത് അന്വേഷണത്തിൽ? അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ളൊരു ഇതായിട്ട് അവർ പോവുകയാണല്ലോ. അവരെങ്ങനെയാണെന്നുള്ളത് കേസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് കണ്ണൂർ കമ്മീഷണറിനോട് പറഞ്ഞത്. ബാച്ചായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആരൊക്കെ കയ്യിലാണെന്നുള്ളത് കേസ് കിടക്കണമെന്ന് അറിയില്ല. നടപടികളൊന്നും അതിൻ്റെ മുകളിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ മുകളിലൊരു കേസ് കുട്ടീനെ പോയി അന്വേഷിച്ച് കുട്ടീനെ കണ്ടെത്തി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ആ കുട്ടീനെ ഒരു മൊഴിയെടുക്കണ ഒരിതുണ്ട്. അത് അവിടെ പോയപ്പോഴും ആ കുട്ടീനെ മൊഴി എടുത്തിട്ടില്ല. ആശങ്കയുണ്ട്. അതുകൊണ്ട് അവൻ്റെ അമ്മ തന്നെയാണ് ഈ പരാതി ഇവിടെ പെട്ടതോ. ദീപകിൻ്റെ അമ്മ തന്നെയാണ് ഈ പരാതി ഇവിടെ കൊടുത്തത്. പരാതി എഴുതി തന്ന് വക്കീലെ മുഖാന്തരം എഴുതി തന്ന് രാജകോലം വക്കീലാണ് അവരെ വക്കീൽ. ഞങ്ങളെ വക്കീൽ രാജകോലം വക്കീലാണ്, KP രാജകോലന. അപ്പം വക്കീൽ കംപ്ലീറ്റ് എഴുതി തന്ന് ആ എഴുതി തന്ന പ്രകാരമാണ് ഞാൻ കണ്ണൂർ പോയത്. കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് കമ്മീഷണർ അടുത്ത് വന്ന് കമ്മീഷണറെ കണ്ട് കോഴിക്കോട് കമ്മീഷണറെ കാണാൻ വേണ്ടി പറഞ്ഞു. കണ്ട് കമ്മീഷണറും അതിന് വേണ്ടത് ഇപ്പം ചെയ്യാന്നുള്ളത് എന്നോട് പറഞ്ഞിരിക്കണേ.